ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഒരാൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ആയ കാരണമാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അതിലേക്ക് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും 2 പച്ചമുളക്, ഒരു വലിയ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളുടെ അടിപൊളി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം നേരത്തെ മസാല വഴറ്റിയ പാനിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ്, മേലെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ആഡ് ചെയ്യുക. വീണ്ടും വേവിച്ച റൈസ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും ഇതറിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് ദമ്മിടാം. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി റെസിപ്പി റെഡിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണാവുന്നതാണ്. താങ്ക് യു.